വിമാനം തകർന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ സംഭവ വികാസം. രാവിലെ 8:45-നും 8:48-നും ഇടയിൽ ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ ചാർട്ടേഡ് വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അജിത് പവാർ അടക്കം വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും കൊല്ലപ്പെട്ടതായി DGCA സ്ഥിരീകരിക്കുന്നുണ്ട്. NCP ഐക്യത്തിനായി ചർച്ചകൾ നടക്കുന്നെന്നും ലയന സാധ്യത പോലും ഉണ്ടാകാനിടയുണ്ട് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ കൂടിയാണ് അജിത് പവാറിന്റെ വിടവാങ്ങൽ. ഈ പകൽ തീരുമ്പോഴേക്ക് അപകടത്തിൽ ദുരൂഹത സംശയിച്ച് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും എല്ലാം രംഗത്തെത്തുകയും ചെയ്തു. RDX റാപ്പ് കണ്ടുവരാം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും പ്രധാന നേതാവായി മാറിയപ്പോഴും ജനങ്ങൾക്കെന്നും അവരുടെ ദാദിയായിരുന്നു അജിത് പവാർ. മുതിർന്ന NCP നേതാവ് ശരത് പവാറിന്റെ സഹോദരപുത്രൻ എന്ന ലേബലിലായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവെങ്കിലും വൈകാതെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ മുന്നണി പോരാളിയായി അജിത് പവാർ മാറി. കൂടുമാറ്റങ്ങളിലൂടെ എപ്പോഴും അധികാരം തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ നേതാവ് കൂടിയാണ് അജിത് പവാർ. 1991 ശരത് പവാറിന് വേണ്ടി MP സ്ഥാനം രാജിവെച്ച അതേ അജിത് പവാർ 2023 ആവുമ്പോഴേക്കും പാർട്ടി പിളർത്തി NCPയിലേക്ക് ചേക്കേറി. പാർട്ടിയിലെ 29 MLA-മാരുമായി ശിവസേന BJP സർക്കാരിനൊപ്പം ചേർന്ന് ഉപമുഖ്യമന്ത്രിയുമായി. 66 വയസ്സിനിടയിൽ 5 തവണയാണ് അജിത് പവാർ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായത്. 23-ാം വയസ്സിൽ സഹകരണ പഞ്ചസാര ഫാക്ടറിയുടെ ബോർഡംഗമായി തുടങ്ങിയ അജിത് പവാറിന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് 4.5 പതിറ്റാണ്ടിനൊടുവിൽ തിരശ്ശീല വീണു. RDX റാപ്പ് ന്യൂസ് മലയാളം. ലിയർജെറ്റ് 45 ചാർട്ടേഡ് വിമാനം മുംബൈയിൽ നിന്നും രാവിലെ 8-ന് പുറപ്പെട്ടു. 8:18-ന് ബാരാമതിയുമായി ബന്ധപ്പെട്ടു. ബാരാമതിയിലേക്ക് 30 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയായിരിക്കെ അടുത്ത കോൾ വന്നു. റൺവേ ദൃശ്യപരത വിലയിരുത്തി ലാൻഡിംഗ് നടത്താൻ പൈലറ്റിന് നിർദ്ദേശം നൽകി. വിമാനം റൺവേ 11-ൽ ഫൈനൽ അപ്രോച്ചിലെത്തി. പക്ഷേ റൺവേ ദൃശ്യമാകുന്നില്ലെന്ന് പൈലറ്റുമാർ അറിയിച്ചു. ആദ്യ ലാൻഡിംഗ് ശ്രമം പരാജയപ്പെട്ടു. വിമാനം ഉയർത്തി രണ്ടാമതും ലാൻഡിങ്ങിന് ശ്രമിച്ചു. ആശയവിനിമയം തുടർന്നു. നിമിഷങ്ങൾക്ക് ശേഷം റൺവേ കാണുന്നതായി പൈലറ്റുമാർ അറിയിക്കുകയും ചെയ്തു. രാവിലെ 8:43-ന് ലാൻഡിങ്ങിന് അനുമതി നൽകിയെങ്കിലും വിമാനത്തിൽ നിന്ന് മറുപടി ലഭിച്ചില്ല. 8:45-നും 8:48-നും ഇടയിൽ അടിയന്തര ലാൻഡിങ്ങിനിടെ വിമാനം തകർന്ന് തീഗോളമായി. പൈലറ്റിൽ നിന്ന് മെയ്ഡേ കോൾ ഉണ്ടായില്ലെന്ന് DGCA ഉദ്ധരിച്ച റിപ്പോർട്ടുകളുണ്ട്. ആകാശത്ത് വെച്ച് തന്നെ വിമാനം ആടിയുലഞ്ഞതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തോൽവി അറിയാത്ത നേതാവാണ് അജിത് പവാർ. കഴിഞ്ഞ 35 വർഷമായി ബാരാമതിയെ പ്രതിനിധീകരിക്കുന്നു. പാർട്ടിയെ പിളർത്തിയപ്പോഴും ഔദ്യോഗിക പേരും ചിഹ്നവും സ്വന്തം കൈപ്പിടിയിലാക്കി. 2024-ൽ അജിത് പവാർ വിഭാഗത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വിഭാഗമായി അംഗീകരിക്കുകയും ചെയ്തു. അജിത് പവാർ മടങ്ങുന്നത് NCP ഐക്യത്തിലേക്ക് നയിക്കാനുള്ള നീക്കത്തിനിടെയാണ് എന്നുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. ശരത് പവാർ വിഭാഗവുമായി ഐക്യ ചർച്ചകൾ നടന്നതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപകടത്തിൽ ദുരൂഹതയെന്നാണ് ആരോപണം. സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഇതിലൊരു ദുരൂഹത ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, നമ്മൾ കാണാം പൂനെയിലും ഒക്കെ ആണെങ്കിൽ NCPയുടെ ഇരുവിഭാഗവും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടർച്ചയായി നിൽക്കുന്ന ഒരു സമയത്താണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വിമാനാപകടത്തിൽ മരിക്കുന്നത്. നമുക്കിപ്പോൾ ദുരൂഹത ആരോപിക്കാനുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് തൃണമൂൽ കോൺഗ്രസും അടക്കം ഇത്തരത്തിൽ ദുരൂഹത ആരോപിക്കുമ്പോൾ എന്തു തോന്നുന്നു? ഇന്ന് രാവിലെ ഹലോ മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്ത വന്നത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരു 9:30 ആ സമയത്തൊക്കെയാണ് നമുക്ക് ഈ വാർത്ത കിട്ടുന്നത്. 9:30 മുമ്പ് കിട്ടി തോന്നുന്നു. ആ 9 മണിക്ക് ശേഷം കിട്ടുന്ന വാർത്തയാണ്. ആദ്യം അതൊരു അപകടത്തിന് കഴിഞ്ഞതിന് ശേഷം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് ഒന്നുമില്ല, മൊത്തം കത്തിക്കട്ട് നമ്മൾ അഹമ്മദാബാദിലെ കണ്ട പോലെ ആ വിമാനം ആകെ ചിന്നിച്ചിതറി പുക ഉയർന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലിനി ആരെങ്കിലുമൊക്കെ ജീവനോടെ കാണുമോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. അത്രയും ഭീകരമായ ദൃശ്യങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലിജോ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥിരീകരിച്ചു കഴിഞ്ഞു, സേതു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്, നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അജിത് പവാർ എന്ന് പറയുന്ന നേതാവ് ഈ NCP രാഷ്ട്രീയം, മഹാരാഷ്ട്ര രാഷ്ട്രീയം ഒക്കത്തിലും കൂടി ചേർന്ന് കിടക്കുന്ന, പവാർ കുടുംബം മൊത്തത്തിൽ ചേർന്ന് കിടക്കുന്ന ഒരു നേതാവ്. ഈ രാഷ്ട്രീയത്തിലെ അധികായന്മാർ നമ്മൾ വിശേഷിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയാവുന്ന ഒരു നേതാവാണ്. രാഷ്ട്രീയ ചാണക്യനാണ്. അപ്പം അങ്ങനെ ഒരു നേതാവിൻ്റെ ഇങ്ങനത്തെ ഒരു വിയോഗം അത് നിശ്ചയമായി നമ്മളെ വേദനിപ്പിക്കുന്നതും അതിനൊപ്പം ഞെട്ടിപ്പിക്കുന്നതുമാണ്. അതും ഇങ്ങനൊരു വിമാന ദുരന്തത്തിൽ ഉണ്ടാകുന്ന ഒരു മരണം. അതിന് പിന്നാലെയാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ വിശദമായി രാവിലെ മുതൽ ചർച്ച ചെയ്യുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഈ ദുരൂഹത ആരോപണം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതും ഈ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മെയ്ഡേ കോൾ വരുന്നില്ല.
അതിനുശേഷം DGCA തന്നെ അതിൽ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അവർക്ക് തന്നെ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട്. അതിന് പിന്നാലെ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെയും അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഈ സമീപകാലത്തൊക്കെ ഉണ്ടായ ഇപ്പൊ ഏറ്റവും ഒടുവിൽ വിജയ് രൂപാണിയുടെ മരണമാണ്. നമ്മുടെ അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ വിമാന അപകടത്തിൽ എത്രയോ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ അക്കാര്യങ്ങൾ കൂടി ഈ സമയത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന വിമാന അപകടങ്ങൾ, അതിൽ പ്രമുഖർക്ക് ഉണ്ടാകുന്ന ജീവനഷ്ടങ്ങൾ, ഒപ്പം ഇതിപ്പോൾ അന്വേഷണത്തിലൂടെ ഒരു ദുരൂഹത ഉണ്ടെങ്കിൽ അത് നീങ്ങി പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നിരിക്കുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണമാണ്. ഇതിപ്പോൾ മരണം ഒരു ഗൂഢാലോചനയാണെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അവർ ആരോപിച്ചിട്ടുണ്ട്. മാത്രമല്ല, മഹായുദ്ധി സഖ്യത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയായിരുന്ന അദ്ദേഹം BJPയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അതിനേക്കാൾ ഉപരി ഈ വിമാനത്തിന് മുൻകാല അപകടം ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വിമാനത്തിൻ്റെ. എന്നിട്ടും ആ വിമാനം, അതായത് ലാൻഡിങ്ങിൽ തന്നെയാണ് ആ വിമാനത്തിന് അപകടം ഉണ്ടായിട്ടുള്ളത്, ആ വിമാനം ഉപയോഗിച്ചു എന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഒരു സംഭവമാണ് എന്നുള്ളതും ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലെ സംശയം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ RJD നേതാവ് തേജ് പ്രതാപ് യാദവിനെ പോലുള്ളവർ ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നതും ഒക്കെ കൊണ്ട് ഈ വിഷയത്തിൽ ഇതിപ്പോൾ ഒരു ദുരൂഹതയും ഇല്ലെങ്കിലും ഇതിൽ ദുരൂഹത ആരോപിക്കപ്പെടും. ഈ കാര്യം ഗുരുതരമായ ചർച്ചകൾക്ക് വിധേയമാകും. മാത്രമല്ല, ഇപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് തന്നെ വേണ്ട പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ അപകടത്തിൽ ദിവസം തന്നെ BJP നേതാക്കളുമായിട്ടൊക്കെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതും ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പവാർ കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണം കൂടി വരേണ്ടതുണ്ട്. അതിനെല്ലാം ശേഷമായിരിക്കും തീർച്ചയായും ഇക്കാര്യത്തിൽ ഗൗരവമുള്ള ഒരു അന്വേഷണം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇന്ത്യയിൽ തുടർച്ചയായി ഇത്തരത്തിൽ അപകടങ്ങളിൽ കൊല്ലപ്പെടുന്നത് പുതിയൊരു കാര്യമല്ല. അത് കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട്. ആ പട്ടികയിൽ ഏറ്റവും അവസാനത്തേതാണ് ഇദ്ദേഹത്തിൻ്റെ മരണം. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യമായിരുന്നു അജിത് പവാർ. പൊടുന്നനെ അദ്ദേഹം ഇല്ലാതായിരിക്കുന്നതിൻ്റെ ഞെട്ടൽ ഈ നിമിഷവും രാജ്യം മുക്തമായിട്ടില്ല. രാഷ്ട്രീയ സഖ്യങ്ങൾ മാറിയപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടില്ല എന്നത് അജിത് പവാർ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന് ആരായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ എത്ര വലുതായിരുന്നു എന്നും വിളിച്ചു പറയുന്നുണ്ട്. NCP ഐക്യം ചർച്ചയിലുണ്ടായിരുന്നെങ്കിലും അത് സാധ്യമാക്കാനാകാതെയാണ് അജിത് പവാറിൻ്റെ മടക്കം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ രാജ്യത്തെ നയിച്ച എത്ര നേതാക്കളാണ് ഇന്ത്യൻ രാഷ്ട്രീയ, കലാ, സാംസ്കാരിക, പ്രതിരോധ മേഖലകളിൽ നിന്നെല്ലാം ആകാശ ദുരന്തത്തിൽ പൊരിഞ്ഞുപോയത് എന്നുകൂടി ഓർക്കുകയാണ് RDX. ചാർട്ടേഡ് സ്വകാര്യ ചെറുവിമാനങ്ങളുടെ ഓപ്പറേഷൻ സംബന്ധിച്ച് സിവിൽ ഏവിയേഷൻ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന വിമർശനം, നിർദ്ദേശം അത് പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ഗൂഢാലോചനാ വിവാദങ്ങളിലെ നേരും പതിരും കലങ്ങിത്തെളിയട്ടെ. അജിത് പവാറിനുമൊപ്പം ജീവൻ നഷ്ടമായ 4 പേർക്കും RDXന്റെ അന്ത്യാഞ്ജലി. RDX ഇവിടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.